സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തുടർ ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അതല്ലാതെ കാശിക്ക് പോകാനൊന്നും ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ യഥാർത്ഥ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് സഖ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അന്ധമായ BJP വിരോധത്തിൻ്റെ പേരിൽ മാത്രം വ്യത്യസ്ത ആശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സഖ്യമുണ്ടാക്കി BJP എതിർക്കാം അല്ലെങ്കിൽ NDA എതിർക്കാം എന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു സ്വാഭാവികമായ അന്ത്യമാണ്, ഒരു നാച്ചുറൽ ഡെത്താണ്. പക്ഷേ ശ്രീ JR പത്മകുമാർ, ഈ ബീഹാറിന്റെ പരിണാമങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് സ്വാഭാവികമെന്ന് കരുതാൻ കഴിയുക? ഇവിടെ ഇപ്പോൾ ലാലു പ്രസാദിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ആരാണ് സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്? സുശീൽ കുമാർ മോദിയാണ്. അതിൻ്റെ പിൻപറ്റിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് കടന്നത്. ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് അവിടെ. ആ സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു അട്ടിമറിയിലേക്ക് പോകുന്നത്. ഈ സുശീൽ മോദി ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലും ഈ പറയുന്ന അഴിമതിയുടെ പശ്ചാത്തലം ഇല്ലായിരുന്നോ? പിന്നെ ലാലുവിനെ സംബന്ധിച്ച്, അല്ലാതെ ലാലു ഇപ്പോൾ നിതീഷ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ഒരു അഴിമതിയല്ലല്ലോ ഇത്, ഈ റാഞ്ചിയിലെ 3.5 ഏക്കറിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല അത്തരമൊരു നടപടിയിലേക്ക് ലാലു കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ പോകുന്നത് പോലും വാജ്പേയി സർക്കാരിൻ്റെ നയപരമായൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരുപാട് ഈ പറയുന്ന പോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് റെയിൽവേ. അവിടെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് സമാനമായ ഒരു അഴിമതി ആക്ഷേപവുമായി ബന്ധപ്പെട്ട ഈ രൂപത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. നിതീഷ് കുമാറിന് ചുവടുമാറ്റാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേന്ദ്രം സമ്മാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞത്, നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഉന്നമെന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാകാതിരിക്കുക, അതിൻ്റെ അച്ചുതണ്ടായി ലാലു പ്രസാദ് മാറാതിരിക്കുക എന്നതാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ബീഹാർ പ്രശ്നം അങ്ങ് മാറ്റിവെക്കുക, അത് സംസാരിക്കാം. ഞാൻ വേണു പറഞ്ഞതിന് മറുപടി പറയാം. അതിനു മുന്നേ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഈ UP-യിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അവിടെയൊക്കെ ഈ പ്രതിപക്ഷ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഒരു കഴിഞ്ഞോ? അവിടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ അവിടെ ഈ സഖ്യകക്ഷികൾ മാറി നിന്ന് BJP വിരുദ്ധ കക്ഷികൾ വ്യത്യസ്ത ചേരിയിൽ നിന്ന് മത്സരിക്കേണ്ട സാഹചര്യം? താങ്കൾ പറഞ്ഞു ബീഹാറിൽ ഒരു BJP വിരുദ്ധത എന്നത് കേവലമായൊരു ആശയത്തിന്റെ പേരിൽ ഇവരെല്ലാം അങ്ങനെയെങ്കിൽ താങ്കൾ ഉദാഹരിച്ച മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ ഉണ്ടാകണമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഉണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ഒരു ബോധോദയത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്തരം കൂട്ടായ്മ. അതല്ല വേണു, ഞാൻ ബീഹാറിലെ മാത്രമല്ല പറഞ്ഞത്, മൊത്തം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP വിരുദ്ധ പേരിൽ മാത്രം തട്ടിക്കൂട്ടിയ ഒരു വ്യക്തമായ നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ കൂട്ടുന്ന ഈ മുന്നണികളുടെ സ്വാഭാവിക മരണമാണ് അവിടെ സംഭവിച്ചത് എന്നാണ്. ബീഹാർ ഒരു മാതൃകയാണ്. കാരണം ഇത്തരത്തിലുള്ള സഖ്യങ്ങൾക്ക്, ഐക്യങ്ങൾക്ക് നിലനിൽപ്പില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ അല്ലെങ്കിൽ NDA എതിർക്കണമെങ്കിൽ രാഷ്ട്രീയമായി സംഘടിക്കണം. രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് ഒരു ഒരു പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ സംഘടനാ സ്വാതന്ത്ര്യം സംഘടിപ്പിച്ച് വരികയോ ചെയ്യാതെ ഇത്തരത്തിലുള്ള ഈ സഖ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. BJP എതിർക്കുന്നത് കൊണ്ട് മാത്രം ഒരു കക്ഷികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസഭയിൽ ഇരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ പാടില്ലെന്നാണോ? ഒരു നിമിഷം ശ്രീ പി കരുണാകരൻ, 24 സഖ്യകക്ഷികളായിരുന്നു വാജ്പേയി അധികാരം ഉണ്ടാക്കുകയും ആ ഭരണം പൂർത്തിയാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്. അതിനിടയിൽ ചില ആളുകൾ പോവുകയും ചില ആളുകൾ വരികയും ഒക്കെ ഉണ്ടായി. അതിനുശേഷവും ആ രൂപത്തിലുള്ള NDA ആയിട്ടല്ല അതിപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ 3 പ്രധാനികൾ, നിങ്ങൾ അന്നും ഇന്നും വിശ്വസിച്ച 3 പ്രധാനികൾ, ഈ പറയുന്ന ശിവസേന, ഈ പറയുന്ന ശിരോമണി അകാലിദൾ, പിന്നെ ഈ പറയുന്ന നിതീഷ്, ഇപ്പോൾ ബിജു ജനതാദൾ മാറി നിൽക്കുന്ന സ്ഥിതിയിൽ. അപ്പോൾ ഇത്തരം ഏറ്റടക്കങ്ങളൊക്കെ BJP വിരുദ്ധതയുടെ ഒരു മേഖലയിൽ മാത്രം കാണാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്? അങ്ങനെയല്ല. ഞാൻ അതാണ് ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞത്, ഞങ്ങളുമായി ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 3 കക്ഷികളാണ് ഈ അകാലിദൾ, ശിവസേന, നിതീഷ് കുമാർ. ആ നിതീഷ് കുമാർ ഒരു ചെറിയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ശ്രീ പി കരുണാകരൻ അല്ല, ഇവിടെ ശ്രീ പത്മകുമാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ BJP ഏത് രീതിയിലായാലും അധികാരത്തിൽ വരാൻ എന്തും ചെയ്യുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് സന്തോഷ് ചൂണ്ടിക്കാണിച്ച അവലോകനം കുറേ കൂടെ ശരിയെന്നുള്ളതാണ്. നിതീഷ് കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മോഡിയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രതിപക്ഷ ഐക്യനിര അത് ഏത് രീതിയിൽ തകർക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇപ്പോൾ ത്രിപുരയിലും കേരളത്തിലും BJP നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി.
ത്രിപുരയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള TMC അതേപോലെ തന്നെ മറ്റ് ശക്തികളെ അടക്കം BJP വിഴുകുന്ന നിലയിലേക്കാണ് എത്തുന്നത്. കാരണം അവിടെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എങ്ങനെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത്. കേരളത്തിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ അവർ തന്നെ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അഴിമതിയുടെ കാര്യമല്ലേ പറയുന്നത്? എന്താ ഈ മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് BJPക്ക് എന്ത് പറയാനുള്ളത്? എത്ര വലിയ അഴിമതിയാണ് ഇത്! പാർലമെൻറ്റിൽ അത് ഉന്നയിക്കാൻ വേണ്ടി പോലും ഞങ്ങൾ അനുവദിച്ചില്ലല്ലോ. ഏറ്റവും വലിയ ജനാധിപത്യം പറയുന്ന BJP NDA ഇത്രയും വലിയ ഒരു അഴിമതി നടന്നിട്ടത് അത് സംബന്ധിച്ച് ഉന്നയിക്കാൻ അവസരം നൽകിയോ? ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ബീഹാറിലേക്ക് വരികയാണെങ്കിൽ ബീഹാറിൽ നിതീഷ് കുമാർ ഇന്നടത്തുള്ള സമീപനം ഇവിടെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ RSSൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോഴ് ഇത്തരം ഒരു മാറ്റം വരാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് മോഡി തന്നെയാണ്. അതിൻ്റെ തുടക്കം നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ആദ്യം ദളിത് കാർഡ് അതെന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം നിതീഷ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഓരോ കാര്യവും വിനു പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ, ഞാൻ നോട്ട് പ്രശ്നത്തിലായാലും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലായാലും ഓരോ സന്ദർഭത്തിലും സമീപനം ക്രമേണ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണം അടുക്കുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾ എന്തുകൊണ്ട് നിതീഷിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചു? എന്താണ് നിതീഷിനെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിതീഷിനെതിരായി ഒരു മുന്നണി ഉണ്ടാക്കി നിതീഷിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തിയെന്ന്? അത് വളരെ വ്യക്തമായിട്ട് പറയാം. ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മഹാസഖ്യത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്താ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് പ്രത്യേകമായിട്ടുള്ള നയങ്ങളും പരിപാടിയുണ്ട്. ആ നയങ്ങളും പരിപാടികളുമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾക്കറിയാം വലിയ ഭൂരിപക്ഷമൊന്നും ഞങ്ങൾ കിട്ടത്തില്ല, ഞങ്ങൾ സ്വാധീനമില്ല എന്നുള്ളത്. കാരണം നയപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. നിതീഷിനെ പരാജയപ്പെടുത്താൻ എന്തിന് നിങ്ങൾ അത്തരത്തിലൊരു നിലപാടെടുത്തു? ഇത്രയും വലിയ ഒരു സഖ്യത്തിന്റെ ആള്, എല്ലാ മോഡിക്ക് വിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരാള്, വലിയ ഒരു ഇമേജ് ഉള്ള ഒരാള്, ആ ആളിനെ പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം നിങ്ങൾ നടത്തി എന്തുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ നയവും ഐഡിയോളജിയെ കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ. കാരണം ഞാൻ പറയട്ടെ, അല്ല, ഞങ്ങൾ ഐഡിയോളജി പ്രധാനപ്പെട്ടതല്ലേ? നിങ്ങളുടെ ഐഡിയോളജി മാത്രമാണോ പ്രധാനപ്പെട്ടത്? നിങ്ങൾ RSSൻ്റെ ഐഡിയോളജി മാത്രമാണോ പ്രധാനപ്പെട്ടത്? ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടിയുടെ നയങ്ങൾ അത് വ്യത്യസ്തമാണ്. പക്ഷെ അതുകൊണ്ട് അത് വിജയിക്കണമെന്നില്ല, ഞങ്ങൾ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ജനങ്ങൾ BJP അധികാരത്തിൽ വരേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നിതീഷും ലാലുവും RJDയും ചേർന്നിട്ടുള്ള സഖ്യം വിജയിച്ചത്. അതിനെയാണ് നിങ്ങൾ തകർത്തത്. അങ്ങനെയാണെങ്കിൽ നിതീഷ് ചെയ്യേണ്ടത് രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് വേണ്ടത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ബീഹാറിന്റെ പ്രത്യാഘാതം കേരളത്തിൽ എങ്ങനെ അനുഭവപ്പെടും. ഇടവേളയ്ക്ക് ശേഷം.